നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അവിഹിതം തെറ്റ് ആരുടേത്. നമ്മുടെ സമൂഹത്തിൽ നാം കേൾക്കാറുള്ള സംഭവങ്ങളാണ് അവിഹിതം. ഭാര്യ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിട്ടും മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനോ ആയി ബന്ധം സ്ഥാപിക്കലാണ് അവിഹിത ബന്ധം. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതും ഇതുതന്നെയാണ്. എന്തുകൊണ്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നതും അതുപോലെ അതിനുള്ള പരിഹാരവും എന്ത് ആണ് എന്നും നമുക്ക് നോക്കാം. സമൂഹത്തിൽ ഇപ്രകാരം എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. അറിയുന്നതും അറിയപ്പെടാത്തതുമായ അവിഹിത ബന്ധങ്ങളുടെ എത്രയെത്ര കഥകൾ. എന്തുകൊണ്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് നൂറ് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകുമെങ്കിലും അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തെ ശിഥിലീകരിക്കുകയാണ് ഇവരെന്ന് ആരും സമ്മതിക്കും. പ്രണയം എന്നത് അവിചാരിതമായി സംഭവിക്കുന്ന ഒരു വികാരമാണ്. എന്നാൽ വിവാഹം എന്നത് ചിലപ്പോൾ വീണ്ടും വിചാരമില്ലാതെ തീരുമാനിക്കപ്പെടുന്ന ഒരു കരാറാണ്. ഒട്ടും ചേർച്ചയില്ലാത്തവരാണ് വിവാഹമെന്ന ബന്ധനത്തിൽ അകപ്പെടുന്നതെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് മറ്റൊരു ദിശയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. സാധുവും ശാന്തനുമായ ഭർത്താവിന് ഉഗ്രകോപിയും തൻ്റെടിയും വാശിക്കാരിയുമായ ഭാര്യയായിരിക്കും ചിലപ്പോൾ സഹിക്കേണ്ടി വരിക. ഇത് മറിച്ചും സംഭവിക്കാം. ഇത്തരക്കാർക്ക് വിവാഹ ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ജയിലായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തങ്ങളെ ഉൾക്കൊള്ളാത്ത പങ്കാളിയിൽ വിശ്വാസമില്ലാതാകുന്നതോടെയാണ് പലർക്കും അവിഹിത ബന്ധങ്ങൾ ആശ്വാസമായി മാറുന്നത്. ചെറിയൊരു ശതമാനം പേരാണ് ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെടുന്നത്. വിവാഹശേഷമുള്ള അവിഹിത ബന്ധങ്ങൾ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാകും താൽപ്പര്യം. കാമുകിയുണ്ടെന്ന കാര്യം സമൂഹത്തിന് മുന്നിൽ വിളിച്ചു കൂവാൻ ഒരു ഭർത്താവും തയ്യാറാകില്ല. അതുതന്നെയാകും അവിഹിത ബന്ധം നയിക്കുന്ന സ്ത്രീയുടെ മനോഭാവവും. വിവാഹ ജീവിതം സംതൃപ്തകരമല്ലാത്ത ഒരാൾക്ക് കാമുകിയുടെയോ കാമുകൻ്റെയോ സാന്നിധ്യം താൽക്കാലികമായി ആഹ്ലാദകരമാണെങ്കിലും കാലാന്തരത്തിൽ അത് സ്വന്തം കുടുംബജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായിരിക്കും. വിവാഹേതര ബന്ധങ്ങൾ. എല്ലാ തരത്തിലും സംതൃപ്തമായ ദാമ്പത്യം, ഭാര്യയും ഭർത്താവും ഒരുപോലെ കുടുംബത്തോട് ഉത്തരവാദിത്തം പുലർത്തുന്നവരായിരുന്നിട്ടുകൂടി കേരളത്തിൽ വിവാഹേതര ബന്ധങ്ങളുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളും കൊലപാതകങ്ങളും ഗർഭചിത്രങ്ങളുമെല്ലാം ഇത്തരം അവിഹിത ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇതൊരു പൊതുപ്രവണതയാണെന്ന് പറയാനാകില്ല. ഭർത്താവിൻ്റെ മദ്യപാനം, പങ്കാളിയുടെ നിരന്തരമായ അവഗണന, ഭൗതിക ജീവിതത്തോടുള്ള ആസക്തി, ലൈംഗിക താൽപ്പര്യം, കുടുംബ സാമൂഹിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് ചെറിയൊരു പക്ഷത്തെ അവിഹിത ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത്. വിശ്വാസവഞ്ചന. അവിശുദ്ധ ബന്ധങ്ങളെ എത്ര നാൾ രഹസ്യമാക്കി വയ്ക്കാനാകും? അവിശുദ്ധ ബന്ധങ്ങളിൽ ഉൾപ്പെടുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വഭാവത്തിൽ കാലാന്തരത്തിൽ മാറ്റം സംഭവിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. മദ്യം കൈകൊണ്ട് തൊടാത്തവർ പോലും മദ്യപിച്ചു തുടങ്ങും. പുകവലിക്കാത്തവർ പുകവലിക്കും. ഒരിക്കലും മാറാത്ത തലവേദന തുടങ്ങിയ മാനസിക അസ്വസ്ഥതകൾ വരെ ഇത്തരക്കാർ കാട്ടിത്തുടങ്ങും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ബന്ധം കണ്ടുപിടിക്കുമോ എന്ന ഭീതിയുമുണ്ടാകും ഇവർക്ക്. പങ്കാളിയെ ചതിച്ചുവല്ലോ എന്ന കുറ്റബോധമാണ് ഇവരെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്. ഭർത്താവിൻ്റെ അവിശുദ്ധ ബന്ധം കണ്ടുപിടിക്കപ്പെട്ടാലും കുട്ടികളെയും കുടുംബത്തിൻ്റെയും മാന്യതയെയും ഓർത്ത് എല്ലാം സഹിച്ചു കഴിയുന്ന ഭാര്യമാരും ഉണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണിത്. വിശ്വസ്തരായ ഭർത്താക്കന്മാരിൽ ചെറിയൊരു വിഭാഗം ഇപ്രകാരം അവിശുദ്ധ ബന്ധങ്ങളിൽ അകപ്പെടുന്നു. ചില സ്ത്രീകളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല.
കേരളത്തിലെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന അനുഭവ കഥയാണിത്. കൊച്ചി സ്വദേശിയായ എയർ ഹോസ്റ്റസായ മായ, സുന്ദരി, സമ്പന്ന, ഭർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എയർ ഹോസ്റ്റസ് ആയതിനാൽ മായ ദിവസങ്ങളോളം ഇന്ത്യക്ക് പുറത്തായിരിക്കും. വീട്ടിലുള്ള അവസരങ്ങളിലാകട്ടെ മായ എപ്പോഴും കൊച്ചിയിലെ മുന്തിയ ഹോട്ടലുകളിൽ നടക്കുന്ന ലേറ്റ് നൈറ്റ് പാർട്ടികളിലും. ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള അവസരങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. ഭർത്താവ് അവരെ എതിർത്തു തുടങ്ങിയതോടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഒരിക്കൽ ഭാര്യ സഹപ്രവർത്തകൻ പൈലറ്റുമായി കെട്ടിപ്പുണർന്നു നിൽക്കുന്നത് കണ്ടതോടെ അയാൾക്ക് അവളിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതായി. പാർട്ടി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ വന്നതായിരുന്നു പൈലറ്റ്. ആ രാത്രി ഭർത്താവ് നിശബ്ദത പാലിച്ചുവെങ്കിലും ഭാര്യയും പൈലറ്റുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. മാത്രമല്ല, പല രാത്രികളിലും അവർ ഒരുമിച്ചായിരുന്നുവെന്ന കാര്യവും അയാൾ ക്രമേണ മനസ്സിലാക്കി. ഭർത്താവ് ഒടുവിൽ നിശബ്ദതയുടെ കൂട് പൊട്ടിക്കുകയായിരുന്നു. ഭർത്താവ് അവൾക്ക് കേവലം ഒരു സുഹൃത്തു മാത്രമാണെന്നായിരുന്നു അവളുടെ എടുത്തിടിച്ച മറുപടി. മാത്രമല്ല, താൻ പൈലറ്റുമായി പലതവണ ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നും അവൾ വെളിപ്പെടുത്തി. വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ച് ഭർത്താവ് ഏക മകനെയോർത്ത് അതിൽ നിന്നും പിന്തിരികയായിരുന്നു. കൂടാതെ വിവാഹമോചനമുണ്ടാക്കുന്ന മാനക്കേടും അയാൾക്ക് വിലങ്ങുതടിയായി. ഇന്നും അയാൾ അവിശുദ്ധയായ ഭാര്യയ്ക്കൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കുന്നു. പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല പല ദാമ്പത്യ ബന്ധങ്ങളും എന്നർത്ഥം. എന്തൊരു ഇണക്കമുള്ള ദമ്പതികൾ എന്ന് നാം അസൂയപ്പെടുന്നവർക്കിടയിലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ദാമ്പത്യത്തിലുണ്ടാകുന്ന അസ്വരസ്യങ്ങൾ പരിഹരിക്കാനായി കുടുംബ കോടതിയുടെയും ഡോക്ടർമാരുടെയും അടുത്തെത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ നാൾക്കുനാൾ കൂടി വരികയാണെന്ന് കണക്കുകൾ പറയുന്നു. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം. വിവാഹ ജീവിതം സ്വർഗത്തിലെ പോലെ സുഖകരമാണെന്നാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. സ്വപ്നതുല്യമായ ജീവിതമാണ് ദാമ്പത്യമെന്ന് കരുതാൻ വരട്ടെ. വിവാഹത്തിനു മുമ്പ് ആണും പെണ്ണും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പരസ്പരമുള്ള വിശ്വാസമാണ് ദാമ്പത്യത്തിൻ്റെ അടിത്തറ. വിവാഹത്തിനു മുമ്പ് പങ്കാളിയെക്കുറിച്ച് നന്നായി അറിയുകയാണ് ആദ്യം വേണ്ടത്. ഇരു വീട്ടുകാരും പരസ്പരം അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും. ഇത്തരം അന്വേഷണങ്ങളിൽ ആണിനെയും പെണ്ണിനെയും കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂവെങ്കിലും വിവാഹ ജീവിതത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം പ്രാഥമിക വിവരങ്ങൾ വഴിയൊരുക്കും എന്നോർക്കുക. വിവാഹത്തിനു മുമ്പ് ആണിനും പെണ്ണിനും പരസ്പരം തുറന്നു സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ വീട്ടുകാർ മുൻകൈയെടുക്കണം. പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കാൻ ഇത് സഹായിക്കും. കേരളത്തിൽ കുടുംബജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാരിൽ 35% ഭാര്യമാരിൽ 25% അണുകുടുംബം നയിച്ചു കൊണ്ടുപോകാൻ മാനസികമായി പ്രാപ്തരല്ലെന്നാണ് തിരുവനന്തപുരം മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ലൈംഗികമോ അല്ലാത്തതോ ആയ കുറവുകളുള്ളവരാണ് ഇവർ. സാമൂഹിക മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ഇവർ ഒരിക്കലെങ്കിലും അവിശുദ്ധ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. ഇത്തരക്കാരിൽ നല്ലൊരു ശതമാനം പേരും ലൈംഗിക വൈകല്യമുള്ളവരാണ്. പങ്കാളിയോട് അമിതമായ സ്നേഹപ്രകടനം കാട്ടുന്നവരായിരിക്കും ഇക്കൂട്ടർ. പങ്കാളിയുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വളർത്തിയെടുക്കണം. മറയില്ലാത്ത മനസ്സുകളുടെ മേളനമാകണം ദാമ്പത്യം. ആശയവിനിമയം അതിനുള്ള ഉത്തമ പ്രതിവിധിയാണ്. പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് അല്പസ്വല്പം വിട്ടുവീഴ്ചകൾക്ക് ദമ്പതികൾ തയ്യാറാകുകയും വേണം. പങ്കാളി സ്വകാര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ അതറിയാനും പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള മാനസികാവസ്ഥയും സഹാനുഭൂതിയും ഭാര്യയും ഭർത്താവും വളർത്തിയെടുക്കണം.
ദാമ്പത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ചകൾ നടത്തുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടുപ്പം കൂട്ടുകയേ ഉള്ളൂ. ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും എന്ന പോലെ സെക്സും പ്രധാനമാണ്. സെക്സ് കേവലം ഏകപക്ഷീയമാകരുത്. സ്വകാര്യമായ നിമിഷങ്ങളിൽ ഒരുമിച്ച് ആസ്വദിക്കുന്ന ഒന്നാകണം സെക്സ്. ഇതിൽ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കണം. മാത്രമല്ല, പങ്കാളിയെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകും. വിവാഹിതരാകാൻ പോകുന്നവർ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നേടിയിരിക്കണം. ദാമ്പത്യത്തിൽ എൻ്റേത് നിൻ്റേത് എന്ന ചിന്തയ്ക്ക് പ്രസക്തിയില്ല. പങ്കാളിയെ തനിക്ക് എത്രമാത്രം ആഹ്ലാദിപ്പിക്കുവാനാകുമെന്ന ചിന്തയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടത്.